അപ്പോൾ സർ, ഈ പ്രകൃതിക്കും പ്രേതങ്ങൾക്കും ആത്മാക്കൾക്കും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അവർ തമ്മിൽ? ഇതിൽ കുറേ എല്ലാം കെട്ടുകഥകളാണ്. നമ്മളൊരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ല ഒരു സുഗന്ധം നമുക്ക് വരികയാണെങ്കിൽ നമ്മുടെ മൈൻഡ് അത് സ്വീകരിക്കും. വൈകുന്നേരം 6 മണിയായി ഏതാണ്ട് 12 മണിക്കുള്ളിൽ അതിൻ്റെ ഗന്ധം കിലോമീറ്ററോളം പാസ് ചെയ്യും. പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാരും ഈ ലോകത്തില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ സാറിൻ്റെ കുറേ എക്സ്പീരിയൻസുകളൊക്കെ നമ്മൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ ഓജോ ബോർഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, മറ്റ് പല എക്സ്പീരിയൻസുകളും പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കൊരു ചെറിയ ചോദ്യം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല രീതിയിലുള്ള ആത്മാക്കൾ, സാർ പറഞ്ഞ പോലെ പല രീതിയിലുള്ള എനർജികളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാർ ഇതുവരെ പോയതിൽ ഏറ്റവും എന്താണ് ആ ആത്മാവിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ ആത്മാവിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ശരീരം വേദനിപ്പിക്കുന്ന രീതിയിലുള്ളൊരു അറ്റാക്ക് ഒരിക്കൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചില എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനൊരു വീട്ടിൽ എന്നെ വിളിക്കുന്നത് അവരുടെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ നമുക്ക് ഈ ഒയ്ജ ബോർഡ് അല്ലാതെ ഈ ഓട്ടോ റൈറ്റിംഗ് മെത്തേഡ്, പേനയും പേപ്പറും ഉപയോഗിച്ച് നമ്മുടെ മെമ്മറിയിലൂടെ അവിടെ ഉള്ള സോളിൻ്റെ മെമ്മറിയായിട്ട് വർക്കൗട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു സ്റ്റൈലാണത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത്തരത്തിലൊരു കാര്യം റീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് കിട്ടിയ അപകടമെന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് എന്നെ വാർണിംഗ് ആണ് ചെയ്തത്, എന്നെ കൊന്നുകളയും എന്നാണ് ആ വന്ന സോള് പറഞ്ഞത്. അത് ഞാനല്ല റീഡ് ചെയ്തത്, എൻ്റെ സാന്നിധ്യത്തിൽ ഒരു കുട്ടിയെ കൊണ്ടാണ് റീഡ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതിൽ ചോദിക്കുന്ന അവരിങ്ങോട്ട് പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ, എന്നെ അറിയാനോ എൻ്റെ കാര്യത്തിൽ ഇടപെടാനോ വന്നാൽ നിന്നെ ഞാൻ കൊല്ലും എന്നാണ് പറയുന്നത്. അവസാനം കൊല്ലും എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയം അതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു വൈകുന്നേരം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു 10 മണിയോളമായി അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. തമിഴ്നാടാണ്, കേരള തമിഴ്നാട് ബോർഡറിലാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വഴിയിൽ നമ്മുടെ ഒരു സുഹൃത്ത് പയ്യൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവന് ഞാനുമായിട്ടാണ് പോകുന്നത്. വരുന്ന വഴിയിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ്, ഈ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം, നമുക്ക് അവിടെ നിന്ന് കിട്ടിയ റിസൾട്ട് കണ്ടല്ലോ, അതൊന്ന് വീക്ഷിച്ച് ഓട്ടിച്ചാൽ മതി, വളരെ സ്ലോവിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തമിഴ്നാട് കഴിഞ്ഞ് കേരളത്തിലേക്ക് കയറി നമ്മൾ ഏതാണ്ട് പൂവാർ ഭാഗത്തിലേക്ക് വരികയാണ്. വരുന്ന സമയത്ത് അതിനിടയിൽ ഒരു വളവുണ്ട്. ഒരു വല്ലാത്ത കുത്തിറക്കമാണ്, അപകട മേഖലയാണ്. മറു സൈഡിൽ നിന്ന് ലോറി വരുന്നത് ഒരു സൈഡിൽ നിന്നാൽ കാണാൻ പറ്റില്ല, അത് വന്ന് കഴിഞ്ഞ് ഇനി പോയിരുന്നാലേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനൊരു വളവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് വളവൊക്കെ വരുമ്പോൾ വളരെ പതുക്കെ വണ്ടി ഓടിക്കാവൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഒരു 11 മണി കഴിയും നമ്മളവിടെ നിന്ന് വരാം. അത്ര സ്ലോവിലാണ് വരുന്നത്. ആ ഒരു വളവിൻ്റെ ഭാഗം എത്തിയപ്പോൾ അവിടെ ചർച്ചൊക്കെ ഉണ്ട്, ഒരു CSA ചർച്ചൊക്കെ ഉണ്ട്. ആ വളവിൻ്റെ അവിടെ ഭാഗം എത്തിയപ്പം പെട്ടെന്ന് നമ്മൾ തെറിച്ച് വീണ് വണ്ടി അവൻ ചവിട്ടി വണ്ടി തെറിച്ച് വീണ്, വണ്ടി തെറിച്ചു. പിന്നെ ഞാൻ റോഡിൻ്റെ സെൻറ്ററിലേക്ക് പോയി വീണ് കിടന്നു. എൻ്റെ കൂടെ ഓടിച്ചുകൊണ്ടിരുന്ന ആ പയ്യൻ തെറിച്ച് വേറൊരു സ്ഥലത്ത് കിടന്നു. അപ്പോൾ അത് ഇറക്കവും ഒരു വളവുമാണത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ചാടി എഴുതിച്ചു. ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തല പൊട്ടിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എഴുതിച്ച് നോക്കിയപ്പോൾ ശരീരം മുഴുവൻ. അപ്പോൾ അവിടെ സൈഡിൽ ലൈറ്റുകളൊന്നുമില്ല. അപ്പോൾ കയ്യിലുള്ള മൊബൈൽ അടിച്ചാണ് ഈ ലൈറ്റ് നോക്കുന്നത്. അപ്പോൾ ഈ അവൻ്റെ മൊബൈലാണെങ്കിൽ 3-4 പീസായിപ്പോയി, പറക്കിയിട്ട് എല്ലാം ജോയിൻ്റ് ചെയ്താണ് അത് ഓൺ ചെയ്തെടുത്തത്. പെട്ടെന്ന് നോക്കിയപ്പോൾ അവൻ്റെ ശരീരം മൊത്തം മുറിഞ്ഞ് എൻ്റെ ശരീരവും മുറിഞ്ഞു. വളരെ നല്ല രീതിയിലൊരു മുറിവുണ്ടായി 2 പേർക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഏതായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് അവിടെ നിന്ന് മൂവ് ചെയ്ത് ഒരു പൈപ്പിൻ്റെ മൂട്ടി വന്ന് കംപ്ലീറ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ ശരീരം മൊത്തം നീറ്റലാണ്. അപ്പോൾ വരണ വഴി തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അത്യാവശ്യം മരുന്നുകളും കാര്യങ്ങളൊക്കെ വെച്ച്, എന്നിട്ട് ഞാൻ അവനോട് ചോദിച്ചു, എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ചേട്ടാ ഞാൻ വണ്ടി വളരെ സ്ലോവിലാണ് ഓടിച്ചത്, പക്ഷേ പൂച്ച എടുത്ത് ചാടിയെന്നാണ് ആദ്യം പറഞ്ഞവൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇത്തിരി നോർമൽ അവസ്ഥയിലേക്ക് വന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പൂച്ചയല്ല ചേട്ടാ, ആരോ ഒരാൾ കുറുകെ ചാടുന്നത് പോലെയാണ് ഫീൽ ചെയ്തത്, അത്ര മാത്രമേ അവനെ അറിയുള്ളൂ എന്നാണ് പറഞ്ഞത്.
അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അപകടം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പറയുകയും കൊല്ലുമെന്ന് പറയുകയും ആ ക്ഷണം മണിക്കൂറുകൾക്കുള്ളിൽ അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ അതിലുപരി നമുക്കൊരു ഭാഗ്യമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മിനിറ്റുകൾ വെച്ച് പാണ്ടി ലോറികൾ ഹൈ സ്പീഡിൽ വന്ന് തിരിയുന്ന സ്ഥലമാണ് അതെല്ലാം. അവിടെ ബോധം നഷ്ടപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ ആ സമയം അവിടെ ആരുമില്ല, വരുന്ന ലോറി കയറി ഇറങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു ചെറിയൊരു നമുക്ക് നമ്മുടെ സൈഡിൽ നിന്നൊരു സപ്പോർട്ട്, ഏതോ ഈശ്വരൻ്റെ ഒരു സപ്പോർട്ട് നമുക്കത് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞ അനുഭവം കേട്ടപ്പോൾ നമുക്കതൊന്ന് ആലോചിക്കുമ്പോൾ പോലും വല്ലാത്ത ഒരു വിറങ്ങലിപ്പാണ്. അപ്പോൾ സാർ ഇപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും ഓരോ ദിവസവും വീണ്ടും വീണ്ടും വേറെ വേറെ ആത്മാക്കളെ കാണാനും അവരെക്കുറിച്ച് പഠിക്കാനും പോകുന്നുണ്ട്. ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ഊർജ്ജം സാർ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുത്തത്? അത് എനിക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതെനിക്കൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്, ഈ മേഖല സഞ്ചരിക്കുക. പിന്നെ അത് മാത്രമല്ലല്ലോ, നമ്മൾ ജീവിച്ചിരിക്കുന്നവരുടെ സങ്കടമല്ലല്ലോ, ആ സങ്കടം മാത്രം കേട്ടാൽ പോരല്ലോ. മരിച്ചവർക്കും ഉണ്ട് സങ്കടവും കാര്യങ്ങളുമൊക്കെ, അവർക്ക് കഥകൾ പറയാനുണ്ട് ഏറെ. അപ്പോൾ അത് കേൾക്കാനൊരാൾ വേണ്ടേ? അപ്പോൾ അതിന് എന്നെ ആയിരിക്കാം പ്രകൃതി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതെ സാർ, എന്നെ സംബന്ധിച്ചായാലും എനിക്ക് പ്രിയപ്പെട്ടവർ മരണപ്പെട്ടവരുണ്ട്. എൻ്റെ പ്രായത്തിൽ എൻ്റെ കൂടെ കളിച്ച് വളർന്നവരും. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ കൂട്ടുകാരെ ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് കിട്ടാറുണ്ട്. അവർ കൂടെ ഉള്ള പോലെയോ. ചില രാത്രികളിൽ അവരെൻ്റെ അടുത്ത് എന്തോ പറയാൻ ശ്രമിക്കുന്നു, പ്രത്യേകിച്ച് അവരുടെ ബർത്ത്ഡേസ് ഒക്കെ വരുമ്പോൾ. സർ, ഈ ഒരു ഫീലിംഗ് മേ ബി അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണോ? സംസാരിക്കാൻ എല്ലാ ഫീലും നമുക്ക് അതുമായിട്ട് യോജിച്ച് നോക്കാൻ പറ്റില്ല. ഒന്ന്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സഹകരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ സഹകരിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്നും നല്ലതും ചീത്തയായ അവസരങ്ങൾ, അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ നമ്മൾ ഓർക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അതൊരു നോർമലി ചിന്തകളാണ്. പക്ഷേ അല്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുകയും നമ്മൾ അവരെപ്പറ്റി സങ്കടപ്പെടുകയും അവരെക്കുറിച്ച് ഇങ്ങനെ കണ്ണീര് വരികയും അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളൊരു വല്ലാത്ത അവസ്ഥയിൽ പോവുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് എപ്പോഴും അവരുടെ ഇത് നമ്മളിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുകയാണെങ്കിൽ അതൊരു ടെലിപ്പതി പോലെയാണ്. കാരണം ഒന്നുകിൽ അവർക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു സൂചന തരുന്നതായിരിക്കാം അത്തരം മെസ്സേജുകൾ, അവസ്ഥകൾ. ഓക്കെ സാർ. അപ്പോൾ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രകൃതിക്ക് ഇതുമായിട്ട് ബന്ധങ്ങൾ തോന്നിയിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നെഗറ്റീവായ ഊർജ്ജങ്ങളെ കാണിക്കാൻ പ്രകൃതി ചില സൈൻസ് തരാറുണ്ട്. ഇപ്പോൾ സാറ് വാർണിങ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പണ്ടുതൊട്ടേ ഉള്ളതാണ് പാലമണം വന്നു കഴിഞ്ഞാൽ ഗന്ധർവൻ കോൺസെപ്റ്റ്, അതുപോലെ തന്നെ വെള്ളസാരി ഉടുത്ത് പാലമരത്തിൻ്റെ ചോട്ടിലൊക്കെയാണ് പ്രേതങ്ങൾ നിൽക്കുക. ഇങ്ങനെ കുറച്ച് നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് പ്രേതങ്ങൾ, ഇങ്ങനെയാണ് ഭൂതങ്ങൾ, ഇങ്ങനെയാണ് ആത്മാക്കൾ. അപ്പോൾ സാർ, ഈ പ്രകൃതിക്കും പ്രേതങ്ങൾക്കും ആത്മാക്കൾക്കും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അവർ തമ്മിൽ? പൊതുവേ നമ്മളെല്ലാം പ്രകൃതിയിൽപ്പെട്ടവരാണ്. പ്രകൃതിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാരും ഈ ലോകത്തില്ല. പിന്നെ ഈ ഗന്ധം, മണം, മോശമായ മണം, നല്ല മണം, ഇങ്ങനെ ഉണ്ടല്ലോ. ഗന്ധങ്ങൾ പലപ്പോഴും നമ്മളെ സ്വാധീനിക്കാറുണ്ട് പല അവസ്ഥയിലും. നമ്മളൊരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു നല്ല ഒരു സുഗന്ധം നമുക്ക് വരികയാണെങ്കിൽ നമ്മുടെ മൈൻഡ് അത് സ്വീകരിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മൈൻഡ് വർക്കൗട്ടാവും. നമ്മുടെ അതുവരെയുള്ള ഒരു മൂഡ് ഓഫ് ഒക്കെ അങ്ങ് മാറി വളരെ ഹാപ്പി ആവാറുണ്ട്, അല്ലേ? അതേസമയം നമുക്കൊരു മോശമായിട്ടുള്ള ഗന്ധമാണ് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നേരത്തെ ഇരുന്നത് അതിൻ്റെ ഡബിളായിട്ട് താഴോട്ട് പോകും. അപ്പോൾ അതാണ് പ്രകൃതി നമ്മളുമായിട്ടുള്ളൊരു ബന്ധം. പിന്നെ ഈ പാല, ചെമ്പകം എന്ന് പറയുന്ന മരങ്ങൾ, പുഷ്പങ്ങൾ എല്ലാം, അതിൽ പുഷ്പങ്ങളുള്ളത് കൊണ്ടാണ് അതിനെ മറ്റ് എനർജികൾ അതിനെ സ്വീകരിക്കുന്നത്. പിന്നെ ഇതിൽ കുറേയെല്ലാം കെട്ടുകഥകളാണ്, കുറേയേറെ കെട്ടുകഥകളാണ്. കാരണം
ഇതിൻ്റെ ഗന്ധം എന്ന് പറയാൻ ആരെയും ആകർഷിക്കുന്ന ഒരു ഗന്ധമാണ്. ഈ പാല എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എവിടെ നിന്നിരുന്നാലും ഈ പാല പൂത്ത് കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിയായി ഏതാണ്ട് 12 മണിക്കുള്ളിൽ അതിൻ്റെ ഗന്ധം കിലോമീറ്ററോളം പാസ് ചെയ്യും. ആദ്യം നമുക്കതൊരു നല്ല ഗന്ധമായിട്ട് തോന്നും. കുറച്ച് കഴിയുമ്പം അത് നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ശരീരത്തിന് പിടിക്കാത്ത അവസ്ഥയിലേക്ക് വന്നെന്നും വരും. തലകറക്കോ ഛർദിലോ എന്തെങ്കിലുമൊക്കെ ആയി വന്നെന്നും വരാം. ഇത്തരം രൂക്ഷഗന്ധങ്ങളുള്ളത് കൊണ്ട് ചില ആൾക്കാർ പറയാറുണ്ട് ഇത് യക്ഷി വസിക്കുന്ന പാലയാണ്. ഇങ്ങനെയുള്ള മരങ്ങൾ ഉള്ള സ്ഥലത്ത് യക്ഷി സാന്നിധ്യമുണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ പല താന്ത്രികങ്ങൾ ഉപയോഗിക്കുന്ന പല മാന്ത്രികന്മാരും ഇത്തരം ഗതിയിട്ടാതെ അലയുന്ന ചില ആത്മാക്കളെ തളയ്ക്കുന്നതും പാലയിലാണ്, പാലമരം പോലെയുള്ള മരങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർക്ക് അതിനൊരു വിശേഷണം കൊടുത്തിട്ടുള്ളത്. ഈ പാലയുള്ള സ്ഥലത്തെല്ലാം യക്ഷികളുണ്ട്, ഇങ്ങനെയുള്ള ദുരാത്മാക്കളുണ്ട് എന്നൊക്കെ പറയുന്നത്. അതെല്ലാം അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും കരുതണ്ട. അങ്ങനെ കരുതിയാൽ നമുക്ക് ഒരു സ്ഥലത്തും ചെന്ന് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേയേറെ നമ്മൾ അനാവശ്യമായിട്ട് കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ഗണിച്ചു കൂട്ടുന്നുണ്ട്. അതൊക്കെ അങ്ങ് അവോയ്ഡ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.